എവിടെ മുഹമ്മദ് ബിൻ സൽമാൻ? പരിഷ്കരണങ്ങളുടെ പേരിൽ സൗദിയിലെ വനിതകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര മീഡിയകളിൽ ഏറ്റവും വലിയ വാർത്തയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ. ഇന്ന് ജിയോ പൊളിറ്റിക്സിൽ, മിഡിൽ ഈസ്റ്റിൻ്റെ പൊളിറ്റിക്സിൽ, അന്താരാഷ്ട്ര വേദികളിൽ മുഹമ്മദ് ബിൻ സൽമാനെ നാം കാണുന്നില്ല. എന്താണ് MBS സംഭവിച്ചത്? MBS മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു, വെസ്റ്റേൺ മീഡിയകൾ ആഘോഷിച്ചിരുന്നു. ഇപ്പോൾ MBS അദൃശ്യനായി നിൽക്കുകയാണ്. MBS ലോകവേദികളിൽ പ്രൊമോട്ട് ചെയ്തത് UAE ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സായിദായിരുന്നു. മുഹമ്മദ് ബിൻ സായിദും മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലുള്ള ക്ലാഷാണ് ഇപ്പോൾ പ്രധാനമായും MBS ലോക മാധ്യമങ്ങളിലെ തിരോധാനത്തിന് ഒരു കാരണം. മിഡിൽ ഈസ്റ്റിലെ പുതിയ സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ സൽമാന് സംഭവിച്ചത്? സൗദിയും UAEയും തമ്മിലുള്ള മൂപ്പിള തർക്കം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മിഡിൽ ഈസ്റ്റിലെ കേമൻ ആരാണ് എന്ന ചോദ്യത്തിന് സൗദിയാണോ UAE ആണോ എന്ന ഒരു തർക്കം നിലവിലുണ്ട്. UAEയുടെ ഒപ്പക്കിൽ നിന്നുള്ള എക്സിറ്റ് ഈ റിഫ്റ്റിൻ്റെ ഭാഗമായിരുന്നു. ഇറാനിലെ ഭരണമാറ്റമുണ്ടാകുന്ന ഒരു ലോകക്രമത്തിൽ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ തീരുമാനിക്കുക UAE ആയിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. ഒരു ഭാഗത്ത് അമേരിക്ക, ഒരു ഭാഗത്ത് ഇസ്രായേൽ. ഇങ്ങനെ UAE അവരെ വലിയ രീതിയിൽ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇറാൻ മുമ്പോട്ട് വരുന്നത്. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് നെഗോഷിയേഷൻ ടേബിളിൽ തങ്ങൾ പറയുന്ന ഡിമാൻഡുകൾ എല്ലാം അംഗീകരിച്ചുകൊണ്ട് MOUവിൽ സൈൻ ചെയ്യാൻ അമേരിക്ക തയ്യാറാകുന്നത് തന്നെ ഇറാൻ്റെ വിജയമാണ്. മേഖലയിൽ ഇറാൻ കരുത്താർജിക്കുന്നു. ഇറാൻ കരുത്താർജിക്കുമ്പോൾ സൗദിക്ക് പ്രശ്നമാണ്, UAEക്ക് പ്രശ്നമാണ്. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ പ്ലെയർ ആകാൻ പോകുന്നത് ഇറാനാണ്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യം മാറാൻ പോവുകയാണ്. UAEയും സൗദിയും ഇറാനുമായി ചില രഹസ്യ ധാരണകളിൽ എത്തി എന്നാണ് വാർത്തകൾ പറയുന്നത്. ട്രംപ് സൈൻ ചെയ്ത MOUവിലെ മുഴുവൻ തുകയും നൽകേണ്ടത് GCC രാജ്യങ്ങളാണ്. ആ ബാധ്യത കൂടി GCC രാജ്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് വിദഗ്ധമായി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് മുങ്ങുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ മുമ്പിലുണ്ട്. എന്തായാലും മുഹമ്മദ് ബിൻ സൽമാൻ്റെ പ്രശസ്തിയുടെ ഗ്രാഫ് താഴോട്ട് പോവുകയാണ്. അവരെ സംബന്ധിച്ച് വലിയ പ്രോജക്റ്റുകൾ അവിടെയുണ്ട്. UAEയുടെയും സൗദിയുടെയും GCC രാജ്യങ്ങളുടെയും ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്നതായിരുന്നു ഇറാൻ്റെ ആക്രമണം. അമേരിക്കയുടെ സേഫ് ഗാർഡ് കൊണ്ട്, അമേരിക്കയുടെ അംബ്രലയിൽ ഈ രാജ്യങ്ങൾ സുരക്ഷിതമല്ല എന്ന ബോധ്യം ലോകത്തിനുണ്ടായി. സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ മിഡിൽ ഈസ്റ്റ് കടന്നു പോവുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ലോകവേദികളിൽ നിറഞ്ഞു നിന്ന മുഹമ്മദ് ബിൻ സൽമാൻ്റെ അസാന്നിധ്യം ഇന്ന് ചർച്ചാ വിഷയമാണ്.